बिहारी जय राधा माधवा कुंज बिहारी जय गोपी जना वल्लभा गिरिवरधारी जय गोपी जना वल्लभा गिरिवरधारी यशोदानंदन प्रजनरंजन यशोदानंदन प्रजनरंजन यमुना तीरा वनचारी यमुना तीरा वनचारी जय राधा माधवा कुंज बिहारी जय राधा माधवा कुंज बिहारी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरनिताय जय गौरनिताय गौरनिताय जय गौरनिताय जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव निताय गुर हरि बोल हरि बोल निताय गुर हरि बोल निताय गुर हरि बोल हरि बोल हरि बोल निताय गुर हरि बोल ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये नष्टप्रायेषु अभद्रेषु नित्यं भागवतः सेवया भगवतीरुत्तमश्लोके भक्तिर्भवति नष्टुकी मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीचैतन्यमीश्वरम् वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः ഹരേ കൃഷ്ണ എല്ലാവർക്കും മറ്റൊരു ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സുസ്വാഗതം എല്ലാവർക്കും എൻ്റെ ദണ്ഡ നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് സ്കന്ധം 1 അധ്യായം 7 ദ്രോണപുത്രൻ ശിക്ഷിക്കപ്പെടുന്നു അതില് ശ്ലോകം 40ഉം 41ഉമാണ്
40-ാമത്തെ ശ്ലോകം വായിക്കാം. സൂത ഉവാച ഏവം പരീക്ഷദാ ധർമ്മ പാർത്ഥ കൃഷ്ണേന ചോദിതാഃ നൈഷദ്ദന്തും ഗുരുസുതം യദ്യപ്യാത്മഹനം മഹാൻ. സൂത ഉവാച ഏവം പരീക്ഷദാ ധർമ്മ പാർത്ഥ കൃഷ്ണേന ചോദിതാഃ നൈഷദ്ദന്തും ഗുരുസുതം യദ്യപ്യാത്മഹനം മഹാൻ. സൂത ഉവാച ഏവം പരീക്ഷദാ ധർമ്മ പാർത്ഥ കൃഷ്ണേന ചോദിതാഃ നൈഷദ്ദന്തും ഗുരുസുതം യദ്യപ്യാത്മഹനം മഹാൻ. വിവർത്തനം ജയ ശ്രീല പ്രഭുപാദ്. ശ്രീല പ്രഭുപാദ് കി ജയ്. സൂത ഗോസ്വാമി അരുളി ചെയ്തു, അർജുനന്റെ ധർമ്മത്തെ പരീക്ഷിക്കാനായി ഭഗവാൻ കൃഷ്ണൻ ദ്രോണപുത്രനെ വധിക്കാൻ അർജുനനെ പ്രോത്സാഹിപ്പിച്ചുവെങ്കിലും തന്റെ കുടുംബാംഗങ്ങളെ നിഷ്ഠൂരമായി വധിച്ച ഘാതകനാണെങ്കിൽ തന്നെയും മഹാത്മാവായ അർജുനൻ അവനെ വധിക്കുവാൻ ഇഷ്ടപ്പെട്ടില്ല. ഭാവാർത്ഥം ജയ ശ്രീല പ്രഭുപാദ്. ശ്രീല പ്രഭുപാദ് കി ജയ്. അർജുനൻ ഒരു ശ്രേഷ്ഠാത്മാവാകുന്നു. അത് ഇവിടെ തെളിയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ദ്രോണപുത്രനെ വധിക്കാൻ സ്വയം ഭഗവാൻ തന്നെ അർജുനനെ പ്രേരിപ്പിച്ചുവെങ്കിലും അശ്വത്ഥാമാവ് അയോഗ്യനും എല്ലാവിധ പരമനിന്ദ്യമായ പ്രവൃത്തികളും ചാപല്യത്തോട് ചെയ്തവനെങ്കിലും എങ്കിൽ തന്നെയും മഹാനായ സ്വന്തം ആചാര്യന്റെ പുത്രനായ അവനോട് കാരുണ്യപൂർവം പെരുമാറേണ്ടതാണെന്ന് അർജുനൻ കരുതി. അർജുനന്റെ കർത്തവ്യബോധത്തെ പരീക്ഷിക്കാനായി ശ്രീകൃഷ്ണ ഭഗവാൻ ബാഹ്യമായി അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന്റെ കർത്തവ്യബോധത്തെക്കുറിച്ച് അറിവില്ലെന്ന് ഇതിനർത്ഥമില്ല. എന്നാൽ കർത്തവ്യബോധത്തെ പുഷ്ടിപ്പെടുത്തുന്നതിന് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വന്തം ഭക്തരെ ഇപ്രകാരം പരീക്ഷണ വിധേയരാക്കാറുണ്ട്. ഗോപികമാരെയും ഇത്തരം പരീക്ഷണങ്ങളിൽ ഏർപ്പെടുത്താറുണ്ട്. പ്രഹ്ലാദ മഹാരാജാവിലും ഇത്തരം പരീക്ഷണങ്ങൾ ഭഗവാൻ പ്രയോഗിച്ചു. താങ്കളുടേതായ ഭഗവത് പരീക്ഷണങ്ങളിൽ എല്ലാം പരിശുദ്ധ ഭക്തന്മാരും വിജയീഭവിക്കുന്നു. 41 കൂടെ ഞാൻ വായിക്കുവാണ്. ശ്ലോകം 41. അധോപ്യേത്യ സ്വശിബിരം ഗോവിന്ദ പ്രിയ സാരഥി നിർവേദയത്വം പ്രിയയേ ശോചന്ത്യ ആത്മജാൻ ഹദാൻ. വിവർത്തനം. ആത്മമിത്രവും സാരഥിയുമായ ശ്രീകൃഷ്ണ ഭഗവാനോടൊപ്പം ശിബിരത്തിൽ മടങ്ങിയെത്തിയ അർജുനൻ വധിക്കപ്പെട്ട തന്റെ സുതന്മാർക്കായി വിലപിച്ചുകൊണ്ടിരുന്ന പ്രിയ പത്നിക്ക് പുത്രരുടെ ഘാതകനെ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു സെക്കൻഡ്. ഭാവാർത്ഥം ജയ ശ്രീല പ്രഭുപാദ്. ശ്രീകൃഷ്ണ ഭഗവാനുമായുള്ള അർജുനന്റെ അതീന്ദ്രിയ ബന്ധം ഉദാത്തമായ സൗഹൃദമായിരുന്നു. അർജുനൻ ഭഗവാന്റെ ഉറ്റ സുഹൃത്താണെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ സ്വയം അരുളി ചെയ്തിരിക്കുന്നു. സർവജീവാത്മാക്കളും ഇപ്രകാരം പരമപുരുഷനായ പരമ ഭഗവാനുമായി സേവകനായോ മിത്രമായോ മാതാപിതാക്കളായോ വിവാഹ സംബന്ധ ബന്ധത്തിലൂടെയോ ഒക്കെ ഏതെങ്കിലും വിധത്തിൽ സ്നേഹപാശത്താൽ സംബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നാം ആഗ്രഹിക്കുന്ന പക്ഷം ഭക്തിയോഗ പ്രക്രിയയിലൂടെ ഈശ്വരധാമത്തിൽ ഏവർക്കും ഭഗവത് സാന്നിധ്യം ആസ്വദിക്കാം. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതമനസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമഃ. ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസ്ഥായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശത്തായ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാചാര്യ ഗൗരപ്രഭുവൃന്ദം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. സൂത ഉവാച ഏവം പരീക്ഷദാ ധർമ്മം പാർത്ഥ കൃഷ്ണേന നിശ്ചാദന്തം ഗുരുസുതൻ യദ്യാപി ആത്മഹനാ മഹാൻ. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ
നിഷ്പക്ഷ നിരീക്ഷണകൻ എന്ന നിലയിൽ അശ്വത്ഥാമാവിനെ നിരവധി കുറ്റങ്ങളുടെ പേരിൽ കൊല്ലാൻ അർജുനനെ ഉപദേശിച്ചു. അശ്വത്ഥാമ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെ? സഹിക്കാൻ പറ്റാത്ത കുറ്റങ്ങളാണ്. അർജുനൻ എങ്ങനെ തീരുമാനിക്കും എന്നറിയാനും ശ്രമിച്ചുകൊണ്ടിരുന്നു ആര്? ഭഗവാൻ. എന്നാൽ അർജുനന്റെ തീരുമാനം വളരെ ശരിയായിരുന്നു. കാരണം ഇതാണ്, നൈശ്ചദ്വന്ദ്വം ഗുരുസുതം, ഗുരുപുത്രൻ. അതിനാൽ ഞാൻ അശ്വത്ഥാമാവിനെ കൊന്നാൽ അവന്റെ അമ്മ അവിടെയുണ്ട്, അല്ലെ? അവർ വളരെ അസന്തുഷ്ടരായിരിക്കും. ആത്മീയ ഗുരുവിന് വേണ്ടി ഗുരു ദ്രോണാചാര്യർ ഓൾറെഡി അദ്ദേഹം യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞു, അല്ലെ? പക്ഷേ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അതിനാൽ ദ്രോണാചാര്യന്റെ ഭാര്യയുടെ ദുഃഖം കണക്കിലെടുക്കുമ്പോൾ അർജുനനും ദ്രൗപദിയും, അങ്ങനെ നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. ആ വ്യക്തി കുറ്റവാളിയാണ്, അല്ലെ? എന്നാൽ പോലും ഗുരുവിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ അയാളെ കൊല്ലുന്നതിന്റെ ഫലം എന്തായിരിക്കും എന്നാണ് അവര് ചിന്തിച്ചത്. അതാണ് അവർ പരിഗണിച്ചത്, അല്ലെ? ഈ കുറ്റവാളിയെ ഞാൻ കൊന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നമ്മളൊക്കെ അങ്ങനെയല്ലേ? നമ്മളൊക്കെ ആണെങ്കിൽ നേരിട്ട് അങ്ങ് പോയി അങ്ങ് കാര്യം എത്ര ദേഷ്യം ശ്രമിക്കുന്നവർ അതങ്ങനെ ചെയ്യും. അതിന്റെ ഈ അവസാനത്തുള്ള ഫലം നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. പക്ഷെ ഇവിടെ വിവേകശാലികളായിട്ടുള്ള എന്താണ് അർജുനനെ പോലെയുള്ളവരും അർജുനനും ദ്രൗപദിയൊക്കെ അതാണ് അവർ ചിന്തിക്കുന്നത്, അല്ലെ? ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഫലം? നമ്മൾ പലപ്പോഴും പലതും ചെയ്യുമ്പോഴും അതിന്റെയൊക്കെ ഫലം മറ്റുള്ളവർക്കായിരിക്കും ചെന്നെത്തുക, അല്ലെ? അതിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ഭാഗവതത്തിലും എന്താണ് മഹാഭാരതത്തിലൊക്കെ ഉണ്ട്. ഞാൻ അശ്വത്ഥാമാവയെ കൊന്നാല് ഫലം അവന്റെ അമ്മയിലേക്കാണ് പോകുന്നത്. അവന്റെ അമ്മ, അവർ നിരപരാധിയാണ്. അവരുടെ ഭർത്താവ് നമ്മുടെ ഗുരുവിന്റെ അഭാവത്തിൽ അവരുടെ സുഖസൗകര്യങ്ങൾ നോക്കേണ്ടത് നമ്മുടെയും കൂടെ കടമയാണെന്നാണ് അർജുനൻ ചിന്തിക്കുന്നത്, അല്ലേ? ഇപ്പോഴ് ഞാൻ അശ്വത്ഥാമാവയെ കൊന്നാല് അവര് വാർദ്ധക്യത്തിൽ കഷ്ടപ്പെടും. അപ്പോ ഈ അശ്വത്ഥാമാവിന്റെ അമ്മയെ നോക്കാൻ ആരുണ്ടാവും? വാർദ്ധക്യമൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരെ ആരാ നോക്കുക? ആരാണ് നോക്കേണ്ടത്? പുത്രനാണ് നോക്കേണ്ടത്. ആ പുത്രനെ ഞാൻ വധിച്ചു കഴിഞ്ഞാൽ അവര് അനാഥമാവില്ലേ? അവരൊക്കെ അവരെ ആ വാർദ്ധക്യ സമയത്തൊക്കെ ആര് നോക്കും എന്നുള്ളതാണ്, അല്ലെ? ആ ശുദ്ധഭക്തനായിട്ടുള്ള അർജുനൻ നമ്മെ കാണിച്ചു തന്നത്. അതിനാൽ ഐച്ഛദ്വന്ദ്വം ഗുരുസുതം, കൃഷ്ണൻ അവനെ കൊല്ലാൻ ഉപദേശിച്ചെങ്കിലും അവരെന്താ പറഞ്ഞ? ഇപ്പൊ തന്നെ അവനെ കൊല്ലണമെന്നാ പറഞ്ഞു, അല്ലേ? അവനെ ഇനി വച്ചോണ്ടിരിക്കാൻ കൊള്ളത്തില്ല. അവൻ എന്താണ് അത്രയ്ക്ക് ദുഷ്ടനാണ്, അവൻ ഇപ്പൊ തന്നെ കൊന്നേക്കാനാണ് ആര് പറഞ്ഞത്? വളരെ കർക്കശമായിട്ടാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്, അല്ലെ? നമുക്ക് തോന്നും ഇപ്പം ശരിയായിക്കളയോ. പക്ഷേ അർജുനൻ ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ചത്. ഇപ്പോ ഞാൻ അശ്വത്ഥാമാവയെ കൊന്നാല് അവര്, അല്ലെ, അമ്മ എന്താണ് ഗുരുപത്നി വാർദ്ധക്യത്തിൽ കഷ്ടപ്പെടും. അതിനാൽ ഐശ്വര്യന്തം ഗുരുസുതം, അല്ലെ? ഗുരുസുതം, ഗുരുപുത്രൻ, ഇതാണ് ബോധം. കടമ ഉണ്ടെങ്കിലും കടമയുടെ ഫലം എന്തായിരിക്കുമെന്ന് നാം കാണണം. എല്ലാം വളരെ അന്ധമായി ചെയ്യരുത്, അല്ലെ? അപ്പൊ ഒരു ഭക്തന്റെ ഒരു 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 സ്വഭാവമാണ്, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയാണ്, എല്ലാം വളരെ ആലോചിച്ച്, അല്ലെ? ഞാനിത് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും എന്ന് അവർ ചിന്തിക്കും, അല്ലെ? അങ്ങനെ ചിന്തിച്ച് വളരെ എന്താണ് തന്മയത്തോടു കൂടിയ എന്ത് തീരുമാനവും അവരെടുക്കത്തുള്ളൂ. കടമയൊക്കെ ഉണ്ടാവും, പക്ഷെ കടമയുടെ ഫലം എന്തായിരിക്കുമെന്ന് നാം എപ്പോഴും കാണണം. എല്ലാം വളരെ അന്ധമായി ചെയ്യരുത്. ഇതാണ് ഭക്തൻ. ഭക്തൻ എന്നാൽ അവൻ അന്ധനല്ല. യസ്യാസ്തി ഭക്തിർ ഭഗവതി അകിഞ്ചന സർവേർ ഗുണൈസ്തത്ര സമാസതേ. സമാസതേ സുര. ഭാഗവതം 5-ാമത്തെ സ്കന്ധത്തിൽ പറയുന്നുണ്ട്. ഭഗവത് ഭക്തൻ എന്നാൽ എല്ലാവിധത്തിലും യോഗ്യതയുള്ള ആൾ. ആർക്കും അവനെ വിമർശിക്കാൻ കഴിയാത്ത വിധത്തിൽ അവൻ പ്രവർത്തിക്കും എന്നതാണ് വാസ്തവം. അതാണ് അതിന്റെ ക്വാളിറ്റി, അല്ലെ? അതാണ് ഭഗവത് ഭക്തൻ. സർവേർ ഗുണൈസ് തത്ര സമാസതേ സുര. ആർക്കും ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാനായിട്ട് പറ്റത്തില്ല, അല്ലെ? ആ രീതിയിലായിരിക്കും ഭക്തൻ എപ്പോഴും പ്രവർത്തിക്കുക. കൃഷ്ണനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെല്ലാം കൃഷ്ണനാണെന്ന് പലതവണ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കൃഷ്ണൻ അദ്വൈതജ്ഞാനം, പരമമായ സത്യം. കൃഷ്ണനും അദ്ദേഹത്തിന്റെ നാമവും അദ്ദേഹത്തിന്റെ ഭവനവും, അല്ലെ, അദ്ദേഹത്തിന്റെ ഭക്തരും അദ്ദേഹത്തിന്റെ എല്ലാം നാമരൂപ ഗുണലീല പരികര വൈശിഷ്ടം.
ചൈതന്യ മഹാപ്രഭുവിന്റെ തത്വചിന്ത അത് വിശ്വനാഥ് ചക്രവർത്തി പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ആരാധ്യോ ഭഗവാൻ വ്രജേശതനയ തദ്ധാമ വൃന്ദാവനം. വ്രജേശതനയ, വ്രജേന്ദ്ര നന്ദന, യശോദാനന്ദന, പാർത്ഥസാരഥി, അല്ലെ? ഇതിലൊക്കെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇങ്ങനെയൊക്കെയാണ് ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നത്, അല്ലെ? ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഭഗവാൻ ഭയങ്കര സന്തോഷമാണ് ഉണ്ടാകുന്നത്. എന്താ കാര്യം? തന്റെ ഭക്തന്റെ നാമത്തോടൊപ്പം അദ്ദേഹത്തെ നിർവിശേഷനല്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടി മാത്രം, അല്ലെ? അദ്ദേഹം എപ്പോഴും സവിശേഷനാണ്. അതിനാൽ ഈ കൂട്ടിച്ചേർക്കൽ, ഭക്തന്റെ പേരുമായി കൂട്ടിച്ചേർക്കൽ, കൃഷ്ണൻ എല്ലാവരുടെയും പിതാവാണ്, അല്ലെ? വാസ്തവത്തിൽ എന്താ പറഞ്ഞ അദ്ദേഹം? അഹം ബീജ പ്രജാ പിത. 14 പറയുന്നത്, അല്ലെ? ആർക്കാണ് അദ്ദേഹത്തിന്റെ പിതാവാകാൻ കഴിയുക? അഹം ബീജ പ്രജാപിതാവാണ്, അല്ലെ? അദ്ദേഹമാണ് എല്ലാവർക്കും ബീജം കൊടുത്തിരിക്കുന്നത്. ആർക്കും അദ്ദേഹത്തിന്റെ പിതാവാകാൻ യഥാർത്ഥത്തിൽ കഴിയും. എന്നിട്ടും അദ്ദേഹം ഒരു പിതാവിനെ സ്വീകരിക്കും. കൂടാതെ അദ്ദേഹം തന്റെ പിതാവിന്റെ പേരിൽ വിളിക്കപ്പെടണമെന്ന് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ആ പിതാവ് ആരാണ്? അദ്ദേഹത്തിന്റെ ഭക്തൻ ബ്രജേന്ദ്ര നന്ദന ഹരി. ആരാധ്യോ ഭഗവാൻ ബ്രജേന്ദ്ര. ഭഗവാൻ എന്നാൽ പരമപുരുഷൻ, പരമാത്മാവ് എന്നാണ്. ആർക്കാണ് ഭഗവാന്റെ പിതാവാകാൻ കഴിയുക, അല്ലെ? അപ്പോഴും പറയപ്പെടുന്നു ആരാധ്യോ ഭഗവാൻ ബ്രജേശതനയ. അദ്ദേഹം നന്ദ മഹാരാജാവിന്റെ മകനാണ്. ആരാധ്യോ ഭഗവാൻ യശോമതി നന്ദൻ. അപ്പൊ അദ്ദേഹത്തിന് എപ്പോഴും ഈ എന്താണ് പാർത്ഥസാരഥി, അല്ലെ? അതായത് എന്താണ് അദ്ദേഹത്തിന്റെ ഭക്തന്റെ പേരിലുമായിട്ട് കൂട്ടിച്ചേർത്ത് പറയാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം. നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, അല്ലെ? ഇതെല്ലാം ഭഗവാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ ഭഗവാൻ എന്താ ചെയ്തത്? എന്റെ ഭക്തന് ആ ഒരു ഇത് കിട്ടിക്കോട്ടെ, അല്ലെ? അല്ലെങ്കിൽ ആ ഒരു കീർത്തി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഭക്തന്റെ തലയിൽ കൊണ്ടുവയ്ക്കും, അല്ലെ? അദ്ദേഹത്തിന് ഒന്നും തന്നെ വേണം. അദ്ദേഹം അങ്ങനെ പേര് കേൾക്കാനായിട്ട് അല്പം പോലും താല്പര്യപ്പെടുന്നില്ല. എല്ലാം ഭക്തനിലിരിക്കട്ടെ എന്നാണ്. ശ്രീല പ്രഭുപാദരോട് ഒരാള് ഒരു റിപ്പോർട്ടർ ചോദിക്കുകയാണ്, ശ്രീ ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ഭഗവാൻ ആണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ഈ ലോകം മുഴുവൻ ഹരിനാമം എന്താണ് പ്രചരിപ്പിച്ചില്ല? എന്താ അദ്ദേഹം ഭാരതത്തിൽ മാത്രം ഒതുങ്ങി നിന്നു? ഒരല്പം പോലും സമയം എടുക്കാതെ ശ്രീല പ്രഭുപാദ് പറഞ്ഞു, അതെനിക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഭക്തനല്ലേ ഞാൻ, അല്ലെ? അപ്പൊ എനിക്ക് ആ പേര് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എവറിത്തിങ് ഫോർ മീ, അതായത് എനിക്ക് വേണ്ടി എല്ലാം ഒഴിപ്പിച്ചു വച്ചിരുന്നു എന്നാണ്. ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ ചില പ്രഭുപാദ് പറഞ്ഞു, അല്ലെ? അപ്പൊ അതാണ് ഭഗവാനെ കൊണ്ട് സാധിക്കാത്തതുകൊണ്ടല്ല. പക്ഷേ ഭഗവാൻ ഒന്നിന്റെയും എന്താണ് ഉടമസ്ഥാവകാശം എടുക്കാൻ താല്പര്യമില്ല. എല്ലാം ഭഗവാന്റെ ഭക്തന്മാർക്ക് എത്തിക്കോട്ടെ എന്നാണ് അദ്ദേഹം എപ്പോഴും വിചാരിക്കുന്നത്, അല്ലെ? അതിന്റെ ഉത്തമ ഉദാഹരണമല്ലേ അർജുനൻ തന്നെ, അല്ലെ? കൃഷ്ണനോടൊപ്പം വരുന്ന ഭഗവാന്റെ കൂട്ടാളികൾ ഗോപികമാരെയോ ഗോപാലകരെയോ ആൺകുട്ടികളെയോ പോലെ, അല്ലെ? പശുക്കളെയും കന്നുകുട്ടികളെയും പോലെ അവരെല്ലാം നിത്യസിദ്ധരും നിത്യമുക്തരും. അവർ കൃഷ്ണനോടൊപ്പം വരുന്നു. അവർ ഏത് ലീലയിലും അവർ ഭഗവാന്റെ കൂടെ ഉണ്ടാവും, അല്ലെ? ആനന്ദ ചിന്മയ രസ, അല്ലെ? അവർ ആനന്ദ ചിന്മയ രസ എന്ന ആത്മീയ രൂപത്തിലാണ് വരുന്നത്. അവരെപ്പോഴും അതിലാണ് വർത്തിക്കുന്നത്. കൃഷ്ണന്റെ സഹവാസത്തിൽ എപ്പോഴും ആത്മീയ ആനന്ദം അനുഭവിക്കുന്നു, അല്ലെ? നമ്മൾ തന്നെ ഇപ്പോ കൃഷ്ണ ബലരാം ടെമ്പിളിൽ വന്നിട്ട് ഭഗവാനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഭഗവാന്റെ ആ സൗന്ദര്യം, അല്ലെ? ഇങ്ങനെ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കണ്ണീർ നിന്നൊക്കെ കണ്ണീര് വരും, അല്ലെ? അപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തിക്കോ? വളരെ ആനന്ദമായിട്ടല്ലേ, അല്ലെ? ഒരു ബ്ലിസ് ആയിട്ടല്ലേ നിൽക്കുക, അല്ലെ? വേറെ ഒരു ചിന്തയും നമ്മുടെ മനസ്സിൽ വരില്ല. എന്തൊക്കെ പ്രയാസമായിട്ട് ആ പടി കയറിയതെങ്കിലും ഭഗവാനെ വന്ന് കാണുമ്പോഴത്തേന് ഇതെല്ലാം എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല, അല്ലെ? നമ്മുടെ മനസ്സ് മുഴുവൻ ആ ഒരു സന്തോഷം, അല്ലെ, കൊണ്ടങ്ങോട്ട് നിറയാൻ ബ്ലിസ് ആയിട്ടാണ് അവിടെ ഒരാളങ്ങനെ നിൽക്കുന്നത്, അല്ലെ? ആ മുഖത്തോട്ട് നോക്കിയാൽ മതി, അതെല്ലാം നമുക്ക് സ്വാംശീകരിക്കാൻ പറ്റും. ആനന്ദ ചിന്മയ രസ, അവർ ആനന്ദ ചിന്മയ രസ എന്ന ആത്മീയ രൂപത്തിലാണ് കൃഷ്ണന്റെ സഹവാസത്തിൽ എപ്പോഴും ആത്മീയ ആനന്ദം അനുഭവിക്കുന്നു. ആനന്ദ ചിന്മയ രസ പ്രതിഭാവിതാവ്.
അതും കൃഷ്ണന്റെ വികാസമാണ്. ബ്രഹ്മാവിനെ പോലെ കൃഷ്ണന്റെ സുഹൃത്തുക്കളായ ഗോപാലകരായ ആൺകുട്ടികളെയും പശുക്കളെയും പശുക്കിടാക്കളെയും മോഷ്ടിച്ചപ്പോൾ ആര്? ബ്രഹ്മാവ്. കൃഷ്ണൻ അതേ ഗോപാലകരായ ആൺകുട്ടികളോടും പശുക്കളോടും പശുക്കിടാക്കളോടും കളിക്കുന്നത് ബ്രഹ്മാവ് പിന്നെ കണ്ടു. അല്ലെ? അന്തം വിട്ടു ഈ ബ്രഹ്മാവ്. ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ അവർ ഉച്ചയ്ക്ക് അല്ലെ, ആ ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവരെല്ലാവരും എന്ത് ചെയ്യും? എല്ലാവരും വീട്ടിൽ നിന്ന് അവരവരുടേതായിട്ടുള്ള പ്രസാദങ്ങൾ കൊണ്ടുവരും. അല്ലെ? എന്നിട്ട് അവരെല്ലാരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് കഴിക്കുക. അത് ഈ എന്താണ്, നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അവർ ഈ ഉത്സവമൊക്കെ വരുമ്പോൾ ഒരൊറ്റ പാത്രത്തിൽ നിന്നാണ് എല്ലാവരും കൂടെ കൈറ്റെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെയാണ് അന്ന് ഭഗവാനും എന്താണ് ഈ ഗോപാലകരും എല്ലാവരും കൂടെ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ കഴിക്കുന്ന വേളയില് സുധാമയാണെന്ന് തോന്നുന്നു. സുധാമ എന്ത് ചെയ്തു? കുറച്ച് തൈര് എന്താണ് മോര് വെള്ളം ഉണ്ടായിരുന്നു. അല്ലെ? ഏറ്റവും പ്രിയമുള്ള കാര്യമാണ് മോരിന്റെ വെള്ളം എന്ന് പറയുന്നത് എല്ലാവരും. അത് വെറും മോര് വെള്ളമല്ല, അതിനകത്ത് ഇഞ്ചിയും മുളകും ഒക്കെ ചതച്ചിട്ട് നല്ല സൂപ്പറാക്കിയിട്ടാണ് കൊണ്ടുവരിക. അല്ലെ? അത് ഇദ്ദേഹം ആർക്കും കൊടുക്കാതെ എന്താ ചെയ്ത് വെച്ചാല് എടുത്തൊരൊറ്റ കൂടി കുടിച്ചോളൂ. കുടിച്ചിറക്കിയില്ല, ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക. അല്ലെ? അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാനല്ലേ ആള്, അദ്ദേഹം വിടുവോ? അദ്ദേഹം അന്നിങ്ങനെ ചേർന്ന് വായോട് ചേർന്ന് നിന്നിട്ട്, അല്ലെ, ആ സുദാമയുടെ വായുടെ ചേർന്ന് ഇങ്ങനെ നിന്നിട്ട് ആ കവിളിൽ ഒരൊറ്റ ഇടി കൊടുത്തു ഇങ്ങനെ. അല്ലെ? അപ്പൊ ഈ വായ്ക്കകത്ത് നിറയെ മോരിരിക്കുക. ഈ വായ ഇങ്ങനെ ചേർത്ത് ഭഗവാന്റെ വായ വെച്ചിരിക്കുക. ഇങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ വായ്ക്കകത്തുള്ള മോര് മുഴുവൻ ഭഗവാന്റെ വായ്ക്കകത്ത്. ഇതാര് കണ്ടുകൊണ്ടിരിക്കുക? ബ്രഹ്മദേവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെ? ഇതെന്റെ ഭഗവാനല്ല. എന്റെ ഭഗവാൻ ഇങ്ങനെയൊന്നും ആരുടെ എച്ചിലൊന്നും വാരി കഴിക്കത്തില്ല. ഇത് വായിക്കാത്ത കിടന്ന അല്ലെ? ബ്രഹ്മദേവന് അത് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ വിചാരിച്ചു, ഇത് ഭഗവാനല്ല, ഇവരെ ഒന്ന് പരിശോധിച്ചിട്ട് എന്നെ കഥയെന്ന് പറഞ്ഞിട്ടാണ് ഈ പശുക്കളെയും ഗോപാലകരെയൊക്കെ അദ്ദേഹം ഒരു ഗുഹയ്ക്കകത്തുകൊണ്ടുപോയി അടച്ചു വെച്ചത്. അല്ലെ? ആ കഥയൊക്കെ നമുക്കറിയാം. പിറ്റേന്ന് നോക്കുമ്പോ ഗോപാലന്മാരും പശുക്കളൊക്കെ അവിടെ വളരെ വിശാലമായിട്ട് അവിടെ കളിച്ചു നടക്കുന്നു. അത് കണ്ടപ്പോ ബ്രഹ്മദേവൻ അന്തം വിട്ടു. അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഒരാൺകുട്ടി ഇപ്പോൾ ജനിച്ചിരിക്കുന്നുവെന്നും വൃന്ദാവനത്തിൽ ഉണ്ടെന്നും അദ്ദേഹത്തെ പരമോന്നത വ്യക്തിയായി കൃഷ്ണനായി അംഗീകരിക്കുന്നുവെന്നും പരസ്യപ്പെടുത്തുന്നു. എന്റെ കർത്താവെ എന്ന് എന്ന് പരീക്ഷിക്കാൻ വന്നു. അങ്ങനെ അദ്ദേഹം ചില തന്ത്രങ്ങൾ പയറ്റി അദ്ദേഹം മോഷ്ടിച്ചു. പക്ഷെ അടുത്ത നിമിഷം ബ്രഹ്മാവ് കണ്ടു. അടുത്ത നിമിഷം അല്ലെ, കൃഷ്ണൻ നിരവധി ജീവജാലങ്ങളിൽ സ്വയം വികസിച്ചതായി ബ്രഹ്മാവ് കണ്ടു. പിന്നീട് എല്ലാവരും വിഷ്ണുവാണെന്ന് ബ്രഹ്മാവ് കണ്ടു. അല്ലെ? അപ്പൊ എല്ലാവരും വിഷ്ണു തത്വങ്ങളാണ്. എല്ലാവരും വിഷ്ണുവാണ്. ദീപാർച്ചുരേവഹി ദശാന്തരം അഭ്യുപേത്യ ദീപായതേ. കൃഷ്ണന്റെ അംശം. അല്ലെ? അദ്ദേഹം ഒരു മെഴുകുതിരി പോലെ വികസിക്കുന്നു. ഒരു മെഴുകുതിരി മറ്റൊരു മെഴുകുതിരിയാൽ കത്തിക്കുന്നു. മറ്റൊരു മെഴുകുതിരി ഈ രീതിയിൽ ആദ്യത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ നൂറുകണക്കിന് മെഴുകുതിരികൾ, അല്ലെ, പല തവണ. എന്നാൽ ഓരോ മെഴുകുതിരിയും ആദ്യത്തേതുപോലെ ശക്തമാണ്. രാമാദിമൂർത്തിഷു കലാനിയമേന തിഷ്ഠാൻ നാനാവതാരം അകരോദ്ഭുവനേഷു കിന്ദു കൃഷ്ണ സ്വയം സമഭവൻ പരമപുമാന്യ. അല്ലെ? ബ്രഹ്മസംഹിത. അദ്ദേഹത്തിന് വിപുലവും എണ്ണമറ്റതുമായ വികാസങ്ങളുണ്ട്. സമുദ്രത്തിലെ തിരമാലകൾ പോലെ കൃഷ്ണന്റെ വികാസം വളരെ വലുതാണെന്ന് ഭാഗവത്തിൽ പറയുന്നു. നമുക്ക് സമുദ്രത്തിലെ തിരമാലകൾ എണ്ണാൻ പറ്റുമോ? അവിടെ പോയിരുന്ന് എണ്ണിക്കൊണ്ടിരുന്ന എണ്ണാൻ പറ്റുമോ? പറ്റത്തില്ല. അത് സാധ്യമല്ല. അതുപോലെയാണ് ഭഗവാന്റെ ലീലകൾ. കടൽ തീരത്ത് ഇരുന്ന് രാവും പകലും എത്ര തിരമാലകൾ നീണ്ടിയാലും പരിധി ഉണ്ടാവില്ല. അതിനാൽ കൃഷ്ണന്റെ വികാസം പരിധിയില്ലാത്തതാണ്. അദ്വൈതം അച്യുതം അനാദിം അനന്തരൂപം. അപ്പോൾ ഭഗവാൻ കൃഷ്ണന്റെ സ്വന്തമായതെല്ലാം കൃഷ്ണനാണ്. ഇതാണ് കൃഷ്ണാബോധം. ഒന്നും അവഗണിക്കരുത്. നമ്മൾ ആരെയും അവഗണിക്കാൻ പാടില്ല. അതാണ് കൃഷ്ണാബോധം. എല്ലാം ശ്രീ വിഗ്രഹാരാധന. അല്ലെ? ശ്രീ വിഗ്രഹാരാധന നിത്യ നാന ശൃംഗാര തന്മന്ദിരമാർജനൗദോ. അങ്ങനെ ആയിരിക്കണം. ഭക്തൻ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നതിൽ വിദഗ്ധനായിരിക്കണം എന്നതാണ് ഇവിടുത്തെ ആശയം. അർജുനനെ പോലെ കൃഷ്ണൻ ഭഗവാൻ അർജുനോട് എന്താണ് പറയുകയാണ്. അല്ലെ? അതുകൊണ്ടാണ് ഏവം പരീക്ഷിത എന്ന് പറയുന്നത്. അവിടെ എന്താണ് ഭഗവാൻ വിചാരിച്ചത്? ഇവനെ ഒന്ന് പരീക്ഷിക്കാം. അല്ലെ? അവൻ എന്താ ചെയ്യാം? ഇവൻ എന്ത് തീരുമാനം എടുക്കും?
ഞാൻ പറയുന്നത് പോലെ കേൾക്കുമോ, അതോ അല്ലെ അപ്പൊ തന്നെ ഇയാള് വധിക്കുമോ, അതോ എന്താണ് അശ്വത്ഥാമനെ വധിക്കുമോ, അതോ വെറുതെ വിടുമോ, എന്താ കാര്യമാണ് നോക്കാമല്ലോ. പരീക്ഷണമാണ് അല്ലെ. നമ്മളെയും ഭഗവാൻ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും അല്ലെ. ഏഹ് അതുകൊണ്ടാണ് ഏവം പരീക്ഷത എന്ന് ഇവിടെ പറഞ്ഞത്, ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. അർജുനൻ എങ്ങനെയാണ് കൃഷ്ണാബോധമുള്ളതെന്ന് ഭഗവാൻ കാണാൻ ശ്രമിക്കുന്നു. കൃഷ്ണൻ എല്ലാം അറിയാമായിരുന്നു. സർവസ്യ ചാഹം ഹൃദി സന്യവിഷ്ടോ മത്ത സ്മൃതിർ ജ്ഞാനം അബോഹനം ച. നമ്മള് മനസ്സിൽ ഒന്ന് കാണുന്നതിന് മുമ്പേ തന്നെ ഭഗവാൻ മനസ്സിലാവും അല്ലെ. അപ്പൊ യവന്റെ മനസ്സിൽ എന്തോ ഒരു ദുഷ്ടത്തരം പൊങ്ങി വരുന്നുണ്ടെന്ന്. നമ്മൾ അറിയുന്നതിന് മുമ്പേ ഭഗവാൻ അറിയും അല്ലെ. എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു ആണ് ഭഗവാൻ. അപ്പോൾ അർജുനൻ എന്താണ് ചിന്തിച്ചിരുന്നതെന്ന്, ഈ മനുഷ്യനെ കൊല്ലരുതെന്ന് താൻ ചിന്തിക്കുന്നത് ശരിയാണെന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു. എന്നിട്ടും ഭഗവാൻ പരീക്ഷിതനായി അല്ലെ. അതായത് പരീക്ഷിച്ചു. അർജുനനെ പരീക്ഷിച്ചു. അർജുനൻ എങ്ങനെ തീരുമാനിക്കുന്നുവെന്ന് ഭഗവാൻ പരിശോധിക്കുകയായിരുന്നു. അങ്ങനെ അർജുനൻ ആ പരീക്ഷയില് വിജയിച്ചു അല്ലെ. കാര്യം എന്താണ്? ഭഗവാൻ എന്താണോ മനസ്സിൽ കണ്ടിരുന്നത് അതാണ് ആര് പറഞ്ഞത്? അർജുനൻ പറഞ്ഞത്. അതിനാൽ ഭക്തൻ എല്ലാത്തരം പരീക്ഷകളിലും വിജയിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ് ഭക്തൻ, ഏകപക്ഷീയമല്ല. അതുകൊണ്ട് ശാസ്ത്രം പറയുന്നു, യസ്യാസ്തി ഭക്തിർ ഭവതി അകിഞ്ചന. അകിഞ്ചന ഭക്തി. കിഞ്ചന എന്ന് പറഞ്ഞാൽ എന്താണ്? കിഞ്ചന എന്തോ, അകിഞ്ചന എന്ന് പറഞ്ഞാൽ എന്തോ അല്ലാന്ന് അല്ലേ. അതാണ് കിഞ്ചന. എനിക്ക് കൃഷ്ണസേവനമല്ലാതെ മറ്റൊരു കാര്യത്തിലും ഒരു കാര്യവും ചെയ്യാനില്ല. അകിഞ്ചന, മറ്റൊരു ചിന്തയില്ല. അതിനെയാണ് അകിഞ്ചന എന്ന് പറയുന്നത്. അവന് മറ്റൊരു കടമയുമില്ല. ഭഗവാനെ, കൃഷ്ണനെ എങ്ങനെ പ്രീതിപ്പെടുത്താം എന്നതാണ് ഏക കടമ. ഒരേ ഒരു ചിന്ത അത് മാത്രമേ ഉള്ളൂ. ഇന്ന് ഭഗവാനെ ഞാൻ എങ്ങനെയാണ് സന്തോഷിപ്പിക്കുക അല്ലെ. അതാണ് ശുദ്ധഭക്തി. പുണ്യാഭിലാഷിത ശൂന്യം ജ്ഞാനകർമാദ്യ അനാവൃതം അല്ലെ. അതിനാൽ കൃഷ്ണാബോധമുള്ള, പൂർണ്ണമായ അർപ്പണബോധമുള്ള അന്യാഭിലാഷിത ശൂന്യം, ഇത് വളരെ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. മറ്റൊരു അഭിലാഷങ്ങളും നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. മറ്റൊരു താല്പര്യവും നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല അല്ലെ. മറ്റൊരു റിസൾട്ടും നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. അന്യാഭിലാഷിത ശൂന്യം. അതെപ്പോഴാണ് സാധിക്കുക അല്ലെ. ഇത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഏറ്റവും ഉയർന്ന സ്ഥാനം അത് എപ്പോഴാണ് നമുക്ക് കിട്ടുക? ബഹുനാം ജന്മനാം മുന്തേ ജ്ഞാനവാൻ. ഭഗവത്ഗീത 7ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് അല്ലെ. ജ്ഞാനം അല്ലെ. ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ ഭക്തിയുടെ ഒരു ഘട്ടമാണ്. ജ്ഞാനമില്ലാതെ ഭക്തി കനിഷ്ഠ അധികാരിയാണ് അല്ലെ. ഇപ്പോ അമ്പലത്തിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരാൾ അല്ലെ. ഇപ്പൊ ഇവിടെ സ്റ്റെപ്പ് കയറി നമ്മൾ ആദ്യമായിട്ട് വന്നിങ്ങനെ അവർ ഏറ്റവും കൂടുതൽ കാണുന്നത് കാൻഡിലിവേഴ്സ് ആയിരിക്കും അല്ലെ. അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കണം വളരെ അതിമനോഹരമായിട്ട് അല്ലെ. ആ ജനലിന്റെ മുകളിലൊക്കെ എന്തൊക്കെ ചിത്രപ്പണിയാണ് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ ആയിരിക്കും അവർ കാണും അല്ലെ. ഭഗവാനെ കാണാതെ പോകുന്ന ആൾക്കാരുണ്ടാവും അവിടെ. ഇതെല്ലാം കണ്ടിട്ട് പ്രസാദമൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് പോകും. അവിടെ ആരാ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ല. അതാണ് കനിഷ്ഠ അധികാരി അല്ലെ. അവരൊക്കെ ആദ്യമായിട്ട് വരുന്നത്, അവർക്ക് ജ്ഞാനമില്ല, ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനമില്ല. ജ്ഞാനത്തോടെ അല്ലെ, ഉത്തമ ജ്ഞാനത്തോടെ ഭക്തി ചെയ്യുന്ന ആൾ എന്താണ്? ഉത്തമ അധികാരിയാണ്. ചൈതന്യ ചരിതാമൃതത്തില് ഇവ വിവരിച്ചിട്ടുണ്ട്. അതിനാൽ ഒരാൾ ഉന്നത ഭക്തനാണെങ്കിൽ എല്ലാ നല്ല ഗുണങ്ങളും അവനിൽ ദൃശ്യമാകുന്നു എന്നാണ് ആശയം. യസ്യാസ്തി ഭക്തിർ ഭവതി കിഞ്ചന. അകിഞ്ചന, അവൻ മറ്റൊരു ആഗ്രഹവുമില്ല. അകിഞ്ചന ഭക്തി, നിറവേറ്റാൻ മറ്റെന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് മിശ്രിതമാണ്, അത് ശുദ്ധ ഭക്തിയല്ല അല്ലെ. നമ്മളിപ്പോ വെളിയില് കാണുന്ന ഈ ഇസ്കോൺ വിട്ടിട്ട് കാണുന്ന കൂടുതൽ ആൾക്കാരിലും മിശ്രഭക്തിയാണ് കാണുന്നത് അല്ലെ. അവർക്ക് എന്തൊക്കെയോ താല്പര്യമുണ്ട്, അതിനുവേണ്ടിയാണ് അമ്പലത്തിൽ വരുന്നത്. സാധാരണ ഈ ആൾക്കാരൊക്കെ അമ്പലത്തിൽ വരുന്നത് 3 കാര്യത്തിനാണ്. എന്തിനാണ്? ഒന്നുകിൽ അവരുടെ ജന്മനാൾ വരും അല്ലെ. ജന്മനാളിന് അവര് വീട്ടിൽ നിന്ന് ചിലപ്പോൾ കുറിയെ കിട്ടിട്ട് വരും അല്ലെ. ഭയങ്കര ഭക്തരായിരിക്കും അന്ന് ബർത്ത്ഡേ അന്ന ദിവസം അല്ലെ. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു വലിയ പ്രയാസമാണ്, ആരെങ്കിലുമൊക്കെ ചീത്ത പറയണം അല്ലെ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്രയ്ക്കും താങ്ങാൻ പറ്റുന്ന പ്രയാസം വരുമ്പോഴാണ് എന്നാ പിന്നെ അമ്പലത്തിൽ പോകാന്ന് വിചാരിക്കും അല്ലെ. ഭഗവാന്റെ അടുത്ത് പോയി പറയാം. വേറെ ആരും കേൾക്കാനില്ല, അതുകൊണ്ട് ഭഗവാന്റെ അടുത്ത് പോയി പറയാം. അന്ന് അവർ വരും. പിന്നെ വരുന്നത് അവർ കല്യാണത്തിനാണ് അല്ലെ. കല്യാണ ദിവസം നമ്മൾ കുറെ വീഡിയോഗ്രാഫേഴ്സും കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടാവും അല്ലെ. അവരെല്ലാവരും കൂടെ ചേർന്ന് അമ്പലത്തിൽ വരും. അന്നെന്തൊരു ഭക്തിയായിരിക്കും. ഇതാണ് ഭക്തി. അപ്പൊ ഇവരൊക്കെ ഓരോ പ്രാവശ്യം വരുമ്പോൾ, നമ്മളൊക്കെ പണ്ട് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അല്ലെ. നമ്മളെ പൂർവ്വ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എന്തുമായിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ അർജുനൻ ഭഗവാൻ
അർജുനനെ പരിശോധിക്കുകയാണ്, അല്ലെ? പരീക്ഷിക്കുകയാണ്. കൃഷ്ണൻ തന്റെ ഭക്തരെ പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നു. ഏഹ് ഭഗവാൻ എത്ര അവരൊക്കെ എത്ര ഉറച്ചു ഭക്തരാണെന്ന്, പാണ്ഡവരെ പോലെ അവരെ വളരെയധികം കഷ്ടങ്ങളിൽ അകപ്പെടുത്തി, അല്ലെ? അതാണ് ചിലർ പറയുന്നത്, ഭഗവാനെ പൂജിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കഷ്ടത വരുമെന്ന്. എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം കിട്ടും, അല്ലെ? അവർ വളരെയധികം കഷ്ടങ്ങളിൽ അകപ്പെടുത്തി. അവർക്ക് രാജ്യം നഷ്ടപ്പെട്ടു, അല്ലെ? ഭാര്യയെ നഷ്ടപ്പെട്ടു, അപമാനിക്കപ്പെട്ടു. പാണ്ഡവരുടെ പാണ്ഡവർ പാണ്ഡവരുടെ ഭാര്യയെ നഗ്നയാക്കാൻ ശ്രമിച്ചു. പാണ്ഡവർ ഒരിക്കലും, കൃഷ്ണ ഇതൊക്കെ കണ്ടിട്ട്, ഭഗവാനെ നീ ഞങ്ങളുടെ സുഹൃത്താണ്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല, അല്ലെ? ഭഗവാൻ കൂടെയുണ്ട്, അവരുടെ കൂടെ തന്നെയുണ്ട്. അന്വേഷിച്ച് അടക്കേണ്ട ആവശ്യമില്ല. അവർ എപ്പോഴാണോ ചിന്തിക്കുന്നത് അപ്പോഴൊക്കെ അവരുടെ കൂടെ തന്നെയുണ്ട്. എന്നിട്ട് പോലും ഭഗവാനോട്, അല്ലെ, എന്താ ഭഗവാനെ നമുക്ക് ഇത്രയും വിഷമങ്ങൾ തരുന്നത്? ഞങ്ങൾ ഭഗവാന്റെ ഉത്തമ ഭക്തരല്ലേ? ഞങ്ങൾ എല്ലാവരും ഭഗവാനെ അല്ലേ ആശ്രയിക്കുന്നത്? എന്തിനാണ് ഞങ്ങൾക്ക് ഇത്രയും വിഷമങ്ങൾ തരുന്നതെന്ന് അവരൊരിക്കൽ പോലും ചിന്തിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. അതാണ് ഭക്തര്. നമ്മളാണെങ്കിലോ 10 റൗണ്ടെങ്ങാനും ജപിച്ചു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ അവിടെ വന്നിടന്ന് ഭഗവാന്റെ ഫ്രണ്ട് വന്നിരുന്ന് ചീത്തയായിരിക്കും, അല്ലെ? എന്നാലും ഞാൻ ഇത്രയൊക്കെ ജപിച്ചിട്ട് എനിക്ക് ഇതാണല്ലോ തന്നത് ഭഗവാനെ, കണ്ണില്ലേ, ഇത്ര ക്രൂരനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്തൊക്കെ ചീത്തയാണെന്ന് അറിയാം അവിടെ ഒന്ന് വിളിച്ച് പറയുന്ന ഒരു, അല്ലേ? അല്ലേ? ഓക്കെ. ഒരു തരത്തിൽ ഓക്കെയാണ്. നമ്മൾ പിന്നെ വേറെ അടുത്ത് പോയി പറയുമ്പോൾ ഓക്കെ, ഭഗവാന്റെ അടുത്ത് പറയാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്, അല്ലെ? ഈ പാണ്ഡവരെ ചിന്തിച്ച പോലെയാണ് ചിന്തിക്കാം. ഇങ്ങനെ ഒരിക്കലും അവര് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. ഇത്രയധികം കഷ്ടപ്പാടുകൾ എന്തിനാണ് ഞങ്ങൾ അനുഭവിക്കേണ്ടത്? ഇത് ശുദ്ധഭക്തരാണ്. കൃഷ്ണൻ എപ്പോഴും അവരോടൊപ്പം ഉണ്ട്. എന്നിട്ടും അവർ ഒരിക്കലും ആവശ്യപ്പെട്ടില്ല. കുന്തി ദേവിയോ പാണ്ഡവരോ, അല്ലെ, ആവശ്യപ്പെട്ടിട്ടില്ല. ഇതാണ് ശുദ്ധമായ ഭക്തി. ഒരു ശുദ്ധഭക്തൻ ഒരിക്കലും കൃഷ്ണനിൽ നിന്ന് ഒന്നും എടുക്കാൻ ശ്രമിക്കില്ല, അല്ലെ? അവരെന്താ ചെയ്യാ? അവരെല്ലാം ഭഗവാൻ കൊടുക്കാനാണ് ശ്രമിക്കുക, സേവ ചെയ്യാനാണ് ശ്രമിക്കുക, അല്ലെ? അതിനാൽ ദുയിലഗ്യേ ഹുരഹരി ഹുരഹുരി എന്ന് പറയും. അപ്പോൾ ഭക്തനും ഭഗവാൻ കൃഷ്ണനും തമ്മിലുള്ള ഒരു പരീക്ഷണം ഇതാ. അർജുനൻ പരീക്ഷയിൽ വിജയിച്ചു, അതുകൊണ്ടാണ് ഏവം പരീക്ഷത ധർമ്മം പാർത്ഥ കൃഷ്ണേന കൂതിത എന്ന് ഇവിടെ ഈ ശ്ലോകത്തിൽ, നമ്മൾ ഇന്നത്തെ 40ാമത്തെ ശ്ലോകത്തിൽ പറയുന്നിരിക്കുന്നു. സാധാരണക്കാരനല്ല, കൃഷ്ണനാണ്, അല്ലെ, അർജുനനെ പരിശോധിക്കുന്നത്. പക്ഷേ അർജുനൻ ആ പരീക്ഷയിൽ വിജയിച്ചു. എന്തുകൊണ്ടാണ് അതിന്റെ കാരണം? നൈഷദന്തും ഗുരുസുതം, ഗുരുപുത്രനായതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചതാണ്. വേദസാഹിത്യത്തിൽ ഒരു പുരുഷനെ എങ്ങനെ പരിശീലിപ്പിക്കണം, ആൺകുട്ടിയെ എങ്ങനെ പരിശീലിപ്പിക്കണം, പെൺകുട്ടിയെ എങ്ങനെ പരിശീലിപ്പിക്കണം എന്നതിനെ കുറിച്ച് മതിയായ വിവരങ്ങളുണ്ട്, അല്ലെ? അങ്ങനെ ഭാവിയിൽ അവർക്ക് സന്തുഷ്ടരാകാൻ കഴിയും. ഇതിന്റെ ഒരു ഭാഗം കൃഷ്ണസേവ പ്രഭു ക്ലാസ് എടുത്തപ്പോൾ എന്ന് പറയുന്നുണ്ടായിരുന്നു, അല്ലെ? വളരെ മനോഹരമായിട്ട് അദ്ദേഹം അത് വിവരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത്, അല്ലെ? വളരെ മനോഹരമായിട്ടാണ് പ്രഭു അത് പറഞ്ഞത്. ഒരു പെൺകുട്ടിയെ എങ്ങനെ പരിശീലിപ്പിക്കണം എന്നതിനെ കുറിച്ച് മതിയായ വിവരങ്ങൾ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. അങ്ങനെ ഭാവിയിൽ അവർക്ക് സന്തുഷ്ടരാകാൻ കഴിയും. ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം കൃഷ്ണനുമായി എങ്ങനെ ബന്ധപ്പെടാം എന്നതാണ്, അല്ലെ? അതിനെ നമ്മൾ ആര് ചെയ്യണം? നമ്മളെ രക്ഷാകർത്താക്കൾ തന്നെ ചെയ്യണം. നമ്മളെ ചെയ്യുന്നത് മാത്രമേ നമ്മളെ കുഞ്ഞുങ്ങളും അനുവർത്തിക്കുള്ളൂ, അല്ലെങ്കിൽ സ്വീകരിക്കുള്ളൂ, അല്ലെങ്കിൽ ഫോളോ ചെയ്യുള്ളൂ. നമ്മൾ അത് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പൊ അവരും നമ്മളെ പുറകെ വരും. നമ്മളൊരു മാല എടുത്ത് ജപിക്കാൻ എഴുതി കഴിഞ്ഞാൽ അവർക്കും തോന്നും മാല ജപിക്കണം, അല്ലെ? നമ്മള് മാല ജപിക്കാതെ വാചകം ഫിറ്റ് ചെയ്തുകൊണ്ട് നടന്ന, അല്ലെങ്കിൽ അവരോട് പോയി നീ എന്താ ജപിക്കാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചു ചോദിക്കും. ഇപ്പോ കലിയുഗമാണ്, അല്ലെ? അവർ തിരിച്ചു ചോദിക്കും, അച്ഛൻ ജപിച്ച, അമ്മ ജപിച്ച, അമ്മ എത്ര ജപിച്ചു, എന്താ ജപിക്കാത്ത ചോദിക്കും അവര്. അതുകൊണ്ട് നമ്മൾ ആദ്യം റെഡി ആവണം, എന്നിട്ട് വേണം നമ്മൾ അവരെ ഉപദേശിക്കാനായിട്ട്. പക്ഷെ നമ്മുടെ കടമ എന്ന് പറയുന്നത്, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടെ കൃഷ്ണാപൂരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്, അല്ലെ? ഭർത്താവിന്റെ കടമ എന്ന് പറയുന്നത് ഭാര്യയും കുഞ്ഞുങ്ങളെയും ഇതിലേക്ക് കൊണ്ടുവരിക, എങ്കിലേ അദ്ദേഹം ഒരു ഭർത്താവും, അല്ലെ? അതാണ് ചെയ്യേണ്ടത്. ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം കൃഷ്ണനുമായി എങ്ങനെ ബന്ധപ്പെടാമെന്നത്, അതാണ് ആത്യന്തികമായത്. അതോ ബ്രഹ്മജിജ്ഞാസ, കൃഷ്ണനെ അഥവാ വിഷ്ണുവിനെ മനസ്സിലാക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് നമ്മൾ ആരോടെങ്കിലും പറഞ്ഞാൽ സ്വാഭാവികമായും അന്വേഷണങ്ങൾ ഉണ്ടാവും, അല്ലെ? നമ്മൾ പോയി പറയണം, നമ്മള് കൃഷ്ണനെ വിഷ്ണുവിനെ മനസ്സിലാക്കണം, നിങ്ങൾ അതാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് പറയും?
ആരാണ് ഈ കൃഷ്ണൻ ചോദിക്കും അവര്, അല്ലെ? എന്താണ് കൃഷ്ണൻ, അല്ലെ? ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ ഈ ഭഗവാനെ കുറിച്ച് കേട്ടിട്ടുള്ളൂ, അല്ലാതെ വെളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ലല്ലോ. അവർ ചോദിക്കും കൃഷ്ണൻ ആരാണ്, അല്ലെ? എന്താണ് ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ, അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? കുറേ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും, അല്ലെ? വേദാന്ത സൂത്രത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതതോ ബ്രഹ്മ ജിജ്ഞാസ. ആ ചോദ്യം ശുപാർശ ചെയ്യുന്നു, അല്ലെ? നമ്മൾ ഓടുകയല്ല വേണ്ടത്, അവർക്കൊക്കെ ഉത്തരം കൊടുക്കുകയാണ് വേണ്ടത്. അതാണ് ജീവിതം, അല്ലെ? അവർ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു എന്നാണ്. അതിനാൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായ കൃഷ്ണനെ അഥവാ വിഷ്ണുവിനെ കുറിച്ച് എങ്ങനെ അന്വേഷിക്കണമെന്ന് പരിശീലിപ്പിക്കണം, അല്ലെ? ഉം. പക്ഷേ ആധുനിക നാഗരികതയിൽ അവർക്കത് അറിയില്ല. ആധുനിക നാഗരികതയിൽ മാത്രമല്ല, മുൻകാലങ്ങളിലും ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ കുടുങ്ങിയവർ, അതാണ് എന്താണ് നമ്മുടെ 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, അഹങ്കാര വിമൂഢാത്മ, അഹങ്കാരം കൊണ്ട്, അല്ലെ? വിമൂഢരായിട്ടുള്ളത്, ജീവിതത്തെ കുറിച്ചുള്ള ഭൗതിക സങ്കല്പം തെറ്റായ അഹങ്കാരം, ഫാൾസീഗോ, അല്ലെ? ഇതിനെ അഹങ്കാരം എന്ന് വിളിക്കുന്നു. നമുക്ക് അഹങ്കാരം ഉണ്ടോ? ഉണ്ട്, അല്ലെ? നമുക്ക് രണ്ട് രീതിയിലുള്ള അഹങ്കാരമാവും. ഒന്ന് ആവാമെന്നല്ല രണ്ട് രീതിയിലുള്ള അഹങ്കാരമുണ്ട്. ഒന്ന് ശരിക്കുള്ള അഹങ്കാരം, രണ്ട് മിഥ്യാ അഹങ്കാരം, അല്ലെ? നമ്മള് മിഥ്യാ അഹങ്കാരത്തിലായിരിക്കുമ്പോൾ അതാണ് നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും കാരണം. എന്താണ് നമ്മള് അതെന്താണ് വ്യാജ അഹങ്കാരം എന്ന് പറയും, അല്ലെ? അതിൽ കുടുങ്ങിയാൽ ഫാൾസ് ഈഗോ എന്ന് ഇംഗ്ലീഷിൽ പറയും. നമ്മള് പ്രകൃതിയാൽ കുടുങ്ങിയ വിഭൂണാത്മാവാണ്. നമ്മളെല്ലാം ബുദ്ധിയില്ലാത്തവരാണ്. അതാണ് നമ്മുടെ ശരിക്കുള്ള ബുദ്ധിമുട്ട്. മിഥ്യാ അഹങ്കാരത്തിലായിപ്പോയതുകൊണ്ടാണ്. അപ്പോൾ ആ വ്യാജ അഹങ്കാരം എന്താണ്? വ്യാജ അഹങ്കാരം എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്. ഞാൻ ഈ ശരീരമാണ് എന്നതാണ്. ഇത് വ്യാജ അഹങ്കാരമാണ്. ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഇന്ത്യക്കാരനാണ്, അല്ലെ? ഞാൻ അമേരിക്കക്കാരനാണ്, ഞാൻ ബംഗാളിയാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ക്ഷത്രിയനാണ്, സന്യാസിയാണെന്നൊക്കെ പറയില്ലേ? അതാണ് നമ്മൾ ഈ ശരീരമായിട്ട് നമ്മൾ എന്താണ് റിലേറ്റ് ചെയ്യുമ്പോഴാണ്, അതാണ് മിഥ്യാ അഹങ്കാരം എന്ന് പറയുന്നത്. അങ്ങനെ പലതും നമ്മൾ അല്ലെ പറഞ്ഞെന്ന് വരും, അല്ലെ? നമ്മൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പല ഉത്തരങ്ങളും നമ്മൾ കൊടുത്തു എന്ന് വരും. അതൊക്കെ ആ മിഥ്യാഹങ്കാരത്തിന്റെ ഭാഗമാണ്, അല്ലെ? ഈ ശരീരത്തിന്റെ എല്ലാ പദവികളും അത് വ്യാജമാണ്. അപ്പൊ നമ്മള് വേറൊരു അഹങ്കാരത്തിനെ കുറിച്ച് പറഞ്ഞില്ല. അതെന്ത് അഹങ്കാരമാണ്? നമുക്ക് നമുക്ക് പാടാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ആ, 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 ആവാവുന്ന ഒരു അഹങ്കാരം എന്താണ്? നമ്മളെല്ലാവരും ഭഗവാന്റെ അംശമാണ്, അല്ലെ? നമ്മളൊരു മൾട്ടി മില്യണറുടെ മകനാണ്, മകളാണ് എന്നുള്ള അഹങ്കാരം, അതിന്റെ ഭാഗമാണെന്നുള്ള ഒരു അഹങ്കാരം നമുക്കാവാം, അല്ലെ? അത് സമ്മതിച്ചിട്ടുണ്ട്, അത് അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ പാടില്ലാത്തത് ഈ മിഥ്യാഹങ്കാരമാണ്, ഞാൻ എന്ന ഭാവം, അല്ലെ? അത് നമ്മൾ നശിപ്പിക്കത്തേ ഉള്ളൂ, അല്ലെ? ചൈതന്യ മഹാപ്രഭു എന്താ പറഞ്ഞു? ഈ മിഥ്യാഹങ്കാരത്തിനെ കുറിച്ച് അദ്ദേഹം അതിൽ നിന്ന് എങ്ങനെ മുക്തനാവാമെന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നു. അതെങ്ങനെ പഠിപ്പിച്ചു? നാഹം വിപ്രോ ന ച നരപതിർ നാഭി വൈശ്യോ ന ശൂദ്രോ നാഹം വർണ്ണീ ന ച ഗൃഹപതിർ നാവനോസ്തോ യതിർവാ ഹിന്ദു ബ്രോധ്യാനിഖില പരമാനന്ദ പൂർണ്ണാമൃതാബ്ധേർ. അദ്ദേഹം പറഞ്ഞില്ലേ, അല്ലെ? ചൈതന്യ ചരിതാമൃതം മധ്യലീലയില് പറയുന്നുണ്ട്, ഞാനൊരു ബ്രാഹ്മണനല്ല. നാഹം വിപ്രോ ന ച നരപതിർ നാഭി വൈശ്യോ ന ശൂദ്രോ നാഹം വർണ്ണീ ന ച ഗൃഹപതിർ നാവനോസ്തോ യതിർവാ. ഞാനൊരു ബ്രാഹ്മണനല്ല, ഞാനൊരു സന്യാസിയല്ല, ഞാനൊരു ഗൃഹസ്ഥനുമല്ല, അല്ലെ? ഞാനൊരു വാനപ്രസ്ഥനുമല്ല, ഞാൻ ഒന്നുമല്ല, അതല്ല ഇതല്ല, അല്ലെ? ഒരുപാട് പറയുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാ ഭൗതിക പദവികളും അദ്ദേഹം നിരസിച്ചു. ആര്? ചൈതന്യ മഹാപ്രഭു, സാക്ഷാൽ ഭഗവാൻ, അല്ലെ? ചൈതന്യ മഹാപ്രഭുവാണ് ഇത് പറയുന്നത്. ബ്രാഹ്മണനാകുന്നതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു സന്യാസി ആകുന്നതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നുണ്ടെങ്കിലും, അല്ലെ? സന്യാസി എന്നൊക്കെ പറഞ്ഞ അതാണ് ആ, ആ, മനുഷ്യ പദവിയുടെ ഏറ്റവും ഉയർന്ന ഘട്ടം, അല്ലെ? അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല സന്യാസം. അപ്പൊ ബ്രാഹ്മണനോ സന്യാസിയാകുക എന്ന് പറയുന്നത് ചിലരുടെ കാര്യമാണ്. സന്യാസി എല്ലാവരുടെയും ഗുരുവാണ്, അല്ലെ? ഗുരുവായിരിക്കണം. 4 വർണ്ണാശ്രമങ്ങളിലും 4, അല്ലെ? അതെല്ലാം പറയുന്നുണ്ട്. ആത്മീയക്രമത്തിൽ ബ്രാഹ്മണന്റെ പോലും എല്ലാവരുടെയും ഗുരു സന്യാസിയാണ്. എന്നാൽ ഇവിടെ ചൈതന്യ മഹാപ്രഭു എന്താ പറഞ്ഞത്? ഏഹ് ആ, ആ, ഞാൻ ബ്രാഹ്മണനോ സന്യാസിയോ അല്ല, അല്ലെ? നാഹം വിപ്രോ നച്ച നരപതിർ ന യാതിർവ യതി യതിർവ. യതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസി എന്നാണ്, അല്ലെ? അപ്പൊ അതുപോലും ഞാനല്ല. അതൊന്നും എനിക്ക് ആവാൻ ആഗ്രഹമില്ല.
അതിനാൽ അദ്ദേഹം അതെല്ലാം നിരസിച്ചു. ഞാൻ സന്യാസിയാണെന്ന് പോലും എന്നതുപോലും എന്ന പരമാർത്ഥം പോലും അദ്ദേഹം നിരസിച്ചു. അപ്പോൾ ഇത് തെറ്റാണ്. നമ്മൾ വളരെ പണ്ഡിതനായ ഒരു ബ്രാഹ്മണനോ വളരെ പുരോഗമിച്ച സന്യാസിയോ ആണെന്ന് നമ്മൾ വളരെയധികം അഭിമാനിച്ചാലും അതിന് നമ്മുടെ സ്വാതന്ത്ര്യം. നമ്മള് ഇതുവരെ മുക്തനായിട്ടില്ല എന്നാണ് അർത്ഥം. നമ്മൾ ഇപ്പോഴും സ്വാഭാവിക ജീവിതത്തിലാണ്. പിന്നെ നമ്മൾ എപ്പോഴും പിന്നെ എപ്പോഴാണ് നമ്മൾ മുക്തനാവുക? അതും ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട് അല്ലെ? എപ്പോഴാണ് മുക്തനാവാൻ പറ്റുക? ഗോപി പർത്തു പദകമലയോർ ദാസദാസാനുദാസ. അല്ലെ? അങ്ങനെയാണ്. അതാണ് നമ്മുടെ മോചനം. ഗോപി ഭർത്തു, ഗോപികമാരുടെ പരിപാലകൻ, ഗോപീജന വല്ലഭൻ. വൃന്ദാവന നിവാസികളായ ഗോപികമാരെ എങ്ങനെ പ്രീതിപ്പെടുത്താം എന്നതാണ് ഭഗവാന്റെ ജോലി. എപ്പോഴും അദ്ദേഹം ഇവരെയൊക്കെ എങ്ങനെ സന്തോഷിപ്പിക്കാന്ന് പറഞ്ഞാണ് നടക്കുന്നത്. ആര്? വൃന്ദാവനത്തിലുള്ള ഗോപികമാരെയും ഗോപന്മാരും. അല്ലേ? അവർക്ക് വൃന്ദാവനവാസി എന്ന നിലയിൽ അവർക്ക് കൃഷ്ണനെ സ്നേഹിക്കുക എന്നതല്ലാതെ മറ്റൊരു ജോലിയുമില്ല. കണ്ടില്ലേ? നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് അവർക്ക്. അല്ലെ? അല്ലെങ്കിൽ ഇവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് തരും എന്നുള്ള നിലയിലല്ല വൃന്ദാവനവാസികൾ ഭഗവാനെ സ്നേഹിക്കുന്നു. അതുപോലെ ഗോപികമാരെയും വൃന്ദാവനവാസികളെയും പ്രീതിപ്പെടുത്തുക എന്നതല്ലാതെ മറ്റൊരു ജോലിയും ഭഗവാനും ഉണ്ടായിരുന്നു. അല്ലെ? അവരുടെ ഒരു ഇത് നോക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത്. ഗോപീജന വല്ലഭൻ. അപ്പോൾ എങ്ങനെ, എന്തുകൊണ്ടാണ് ഭഗവാൻ വൃന്ദാവനവാസികളോട് ഇത്രയധികം അടുപ്പം കാണിക്കുന്നത്? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഉടൻ ഭാഗവതത്തിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും വായിക്കാൻ പറ്റും. അല്ലെ? അവിടെ എന്തുണ്ടായി? വൃന്ദാവനത്തിൽ തീ ഉണ്ടായ ഉടനെ അല്ലെ, ഗോപികമാരൻ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചു. കൃഷ്ണനെ അല്ലാതെ മറ്റാരെയും അവർക്ക് അറിയില്ല. വേറെ ആരെയും അവർക്ക് വിളിക്കാൻ അറിയില്ല. ഭഗവാൻ എന്ത് ചെയ്തു? വന്നിട്ട് തീ അങ്ങോട്ട് വിഴുങ്ങി. അല്ലെ? പിന്നെ ഇന്ദ്രൻ നമ്മൾ മഴ പെയ്യിപ്പിച്ചു. അപ്പോഴും അവരെന്ത് വിളിച്ചു? കൃഷ്ണ 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 വിളിച്ചു. വൃന്ദാവനമൊക്കെ കവിഞ്ഞൊഴുകാൻ തുടങ്ങി. അല്ലെ? ഭഗവാൻ എന്ത് ചെയ്തു? അവരുടെ രക്ഷയ്ക്കെത്തി. അല്ലെ? ഗോവർദ്ധന പർവ്വതം എടുത്ത് ഈ കൈ കൊണ്ട് ഈ കുഞ്ഞു വിരലിൽ പൊക്കി വെച്ചു. എന്നിട്ട് പറഞ്ഞു, എല്ലാവരും എന്റെ കീഴിലോട്ട് വരൂ. അല്ലെ? അതാണ് ഗോപീജന വല്ലഭൻ. അവർക്ക് ഗോപികമാർക്ക് അല്ലെങ്കിൽ വൃന്ദാവനവാസികൾക്ക് ഒന്നും തന്നെ അറിയില്ല. അല്ലെ? അവരെല്ലാവരുടെയും എന്തിന്റെയും ഉത്തരം എന്താണ്? കൃഷ്ണ. ഇതാണ് അവരുടെ ഉത്തരം. ഇതാണ് അവരുടെ ഏക യോഗ്യത. കൃഷ്ണൻ പരമദിവ്യോത്തമ വ്യക്തിത്വമുള്ള പരമധാമനാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല അവർ. അല്ലെ? അവര് ഭഗവാനാണ് എന്താണ് സർവേശ്വരൻ എന്നുള്ള നിലയിലല്ല അവര് ഭഗവാനെ സ്നേഹിച്ചത്. അല്ലെ? അവര് ഭഗവാൻ സർവേശ്വർ അവര് ചോദിക്കും, ഇതാ കൃഷ്ണനാ, പിന്നെ നിങ്ങൾക്ക് വട്ടുണ്ടോ എന്ന് ചോദിക്കും. അല്ലെ? കാര്യം അവര് ആ രീതിയിലല്ല അവര് അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് അല്ലെ? അത്രയും എന്താണ് ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് ഭഗവാനെ. അവർ കൃഷ്ണനില്ലാതെ ഒരു ജീവിതം അവർക്കില്ല. അല്ലെ? അപ്പോ ഒരു സ്വാർത്ഥമായിട്ടല്ല അവര് ഭഗവാനെ സ്നേഹിക്കുന്നത്. അവർക്ക് അതറിയില്ല. പക്ഷേ കൃഷ്ണനേക്കാൾ വിഷ്ണുവിനെ പോലും സ്നേഹിക്കാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. അല്ലെ? അങ്ങനെ നടന്നു പോകുമ്പോ വിഷ്ണു അവിടെ നിൽക്കുകയാണെങ്കിൽ കൃഷ്ണനെ കണ്ട എന്ന് ചോദിക്കാം. അല്ലെ? അല്ലാതെ ഭഗവാനെ എന്നും പറഞ്ഞ് നമസ്കരിക്കുകയല്ല. അല്ലെ? അവർക്ക് വിഷ്ണുവിനെ ഒന്നും വേണ്ട. അവർക്ക് കൃഷ്ണനെ മാത്രം മതി. ആ രൂപത്തോടല്ലാതെ വേറെ ഒരു രൂപത്തോടും അവർക്ക് യാതൊരു പ്രതിപത്തിയും ഇല്ല. അല്ലെ? അതാണ് അവരുടെ യോഗ്യത. ഭഗവാന് എന്താണ് ദേവന്മാരോട് എന്താണ് താല്പര്യം? അസുരന്മാരോട് ഇല്ലാത്ത താല്പര്യം എന്താണ്? എല്ലാം ഭഗവാന്റെ മക്കൾ തന്നെയല്ലേ? അല്ലെ? എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ ദേവന്മാരാണെങ്കിലും ഓടി എവിടെ എത്തുക? ഭഗവാന്റെ അടുത്തേക്കാണ് എത്തുക. അതുകൊണ്ടാണ് അവരോട് ഒരു ഇച്ചിരി ഒരു കൂറുള്ളത്. അല്ലെ? അസുരന്മാരെക്കാളും കൂടുതൽ അല്ലെ ദേവന്മാരോട് ഇച്ചിരി അവര് ആവശ്യമില്ലാത്ത വേണ്ടാനങ്ങളൊക്കെ കാണിക്കും. എന്നാലും അവര് ഒരു ആപത്ഘട്ടത്തിൽ ആരെ അന്വേഷിച്ച് വരും? ഭഗവാനെ അന്വേഷിച്ചിട്ട് വരിക. അതുകൊണ്ടാണ് ദേവന്മാരോട് പോലും ഒരു അല്പക്കൂറ്. അല്ലെ? അപ്പോൾ നമ്മൾ ആ ഘട്ടത്തിൽ വരുമ്പോൾ ചൈതന്യ മഹാപ്രഭുവിന്റെ പഠിപ്പിക്കലായ ഗോപി ഭർത്ത് പദകമലയോ ദാസദാസൻ ദാസ. അല്ലെ? കൃഷ്ണൻ പൂർണ്ണമായും ഗോപികമാരുടെ കീഴിലായതിനാൽ അദ്ദേഹം ഗോപികയെ പരാമർശിക്കുന്നു. ഗോപികമാരോട് അദ്ദേഹം വളരെയധികം കടപ്പെട്ടിരിക്കുന്നതിനാൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കടങ്ങൾ വീട്ടാൻ കഴിയില്ല. അത് സാധ്യമല്ല. കൃഷ്ണൻ സർവശക്തൻ, എല്ലാ ഐശ്വര്യങ്ങളും. പക്ഷെ ഗോപികമാരുടെ കടങ്ങൾ വീട്ടാൻ അദ്ദേഹത്തിന് മാർഗമില്ലായിരുന്നു. ഇതാണ് ഗോപികമാരുടെ നിലപാട്. ചൈതന്യ മഹാപ്രഭു ശുപാർശ ചെയ്യുന്ന എന്താണ്? രമ്യ കാച്ചിത് ഉപാസന വ്രജവധു വർഗേണ യാ കൽപിത. ഗോപികമാർ ആസൂത്രണം ചെയ്തതിനേക്കാൾ മികച്ച മറ്റൊരു രീതി കൃഷ്ണനെ ആരാധിക്കാനില്ല. രമ്യ കാച്ചിത് ഉപാസന, ഇതാണ് ഏറ്റവും ഉയർന്നത്. അതുപോലെ അദ്ദേഹം പറയുന്നു, ഗോപി ഭർത്ത് പദകമലയോ ദാസദാസാനുദാസ്.
അല്ലെ? വല്ലഭൻ, ഗോപീജന വല്ലഭൻ ആരാണ്? ഭഗവാൻ കൃഷ്ണനാണ്. അവരുടെ അല്ലെ ഗോപീജനങ്ങളുടെ പാദകമലയോ അഭയം പ്രാപിച്ചു. ഗോപികമാരാകാൻ ശ്രമിക്കരുത് അല്ലെ? നമ്മളെ ഉടനെ വിചാരിക്കും നമുക്ക് അങ്ങ് ഗോപികമാരാവാന്ന്. ഒരിക്കലും ചിന്തിക്കരുത്. തെറ്റായ ധാരണ, തെറ്റായ ഇതാണ്, ശിക്ഷണമാണ് അല്ലെ? അവരുടെ പാദകമലത്തിൽ വേണം നമ്മൾ അഭയം പ്രാപിക്കാനായിട്ട്. ഗോപികാരുടെ താമര പാദങ്ങളില് പൊടിയാകാൻ വേണം നമ്മൾ ശ്രമിക്കാനായിട്ട്. ഗോപി ഭർത്തു പദകമലയോ ദാസനുദാസ. ഉദ്ധവരെ പോലെ അല്ലെ? ഉദ്ധവരെന്താ ചെയ്തത്? ഉദ്ധവരോട് നീ പോയിട്ട് എന്റെ വിഷമങ്ങളൊക്കെ അവരോട് പറയണം. ഞാനിവിടെ വളരെ ദുഃഖിച്ചിരിക്കുകയാണ്. ഐ മിസ് ദം എ ലോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉദ്ധവരെ പറഞ്ഞു വിട്ടത്. ഉദ്ധവർ അവിടെ ചെന്ന് 2 ദിവസം അവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ടാണ് ഉദ്ധവർ പോയതല്ലേ? എല്ലാവർക്കും അറിയാം ആ കഥ. അവിടെ ചെന്ന് ഈ ഗോപീജനങ്ങളുടെ അല്ലെങ്കിൽ ഗോപികമാരുടെ വിഷമങ്ങളൊക്കെ കണ്ടപ്പോ അയ്യേ, അവിടെ ഞാൻ കണ്ടത് ഒന്നുമല്ല. ഭഗവാൻ ഇത്രയും വലുതായിട്ടൊക്കെ പറഞ്ഞെങ്കിലും ഭഗവാൻ ഒന്നുമല്ല, ഇവിടെയാണ് വിഷമങ്ങളൊക്കെ ഉള്ളതെന്ന് ആർക്ക് മനസ്സിലായി? ഉദ്ധവർക്ക് മനസ്സിലായി അല്ലേ? 2 ദിവസം നിൽക്കാൻ പോയാൽ എത്ര മാസമാണ് നിന്നറിയും. അവിടുന്ന് വരാൻ തോന്നില്ല ഗോപികമാരുടെ ആ ഭക്തി കണ്ടിട്ട്. അദ്ദേഹം എന്താ വിചാരിച്ചത്? ആ വൃന്ദാവനത്തിൽ ഒരു പുല്ലായി മാറാൻ ആണ്, പുല്ലായിട്ട് ജനിക്കാനാണ് ഉദ്ധവൻ ആഗ്രഹിച്ചത്. കാര്യം എന്താണ്? അപ്പൊ ഈ ഗോപികമാർ അതിന്റെ മുകളിൽ കൂടെ നടക്കുമല്ലോ, ആ ചവിട്ടുകളൊക്കെ കേട്ടാൽ എനിക്ക് അത്രയും പുണ്യം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉദ്ധവർ അങ്ങനെ ചിന്തിച്ചത് അല്ലെ? അതാണ് ഏറ്റവും ഉയർന്ന പൂർണ്ണത. അതിനാൽ മോചനം എന്നാൽ ഗോപി പുറത്ത് പദകമലയോ ദാസനുദാസം. വൈഷ്ണവന്റെ ദാസനായ നമ്മള് എത്രത്തോളം ദാസനാകുന്നുവോ അത്രത്തോളം നമ്മുടെ പൂർണ്ണത അവിടെയുണ്ട്. അതാണ് യോഗ്യത അല്ലെ? ദാസന്റെ ദാസനാകും അല്ലെ? അപ്പൊ എന്തുമാത്രം താഴോട്ട് പോകുന്നു അത്രയും കൂടുതൽ അനുഗ്രഹമാണ് നമുക്കുണ്ടാവുക അല്ലെ? ഒരു ദാസന്റെ ദാസനാകുമ്പോൾ ഈ 2 പേരുടെ അനുഗ്രഹം ഉണ്ടാവും. ആ ദാസന്റെ ദാസനാകുമ്പോൾ ഈ 3 പേരുടെ അനുഗ്രഹം ഉണ്ടാവും. ആ ദാസന്റെ ദാസനാകുമ്പോൾ ഈ 4 പേരുടെ അനുഗ്രഹം ഉണ്ടാവും. അങ്ങനെ വേണം നമ്മൾ കാണാനായിട്ട്. അപ്പോ എന്തുമാത്രം താഴേലോട്ട് നമ്മൾ പോകുന്നു അത്രയും പുണ്യം അല്ലെങ്കിൽ അത്രയും അനുഗ്രഹമാണ്, അത്രയും മേഴ്സിയാണ് നമുക്ക് കിട്ടുക അല്ലെ? അത് പിടിച്ചു പറിക്കാൻ വേണം നമ്മൾ ശ്രമിക്കാനായിട്ട്. നമ്മൾ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതാണ് വേദം നിർമ്മിച്ചത് അല്ലെ? അഹം ബ്രഹ്മാസ്മി. എന്നാൽ പൂർണ്ണമായ തത്വചിത്ത അറിയാതെ ഞാൻ അഹം ബ്രഹ്മാസ്മിയാകാൻ ശ്രമിച്ചാൽ ഞാൻ വീണ്ടും വീണ്ടും വീണു. ഞാൻ ദൈവത്തിന് തുല്യനാണെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല അല്ലെ? അങ്ങനെ ആരെങ്കിലും ഈ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞവർ അങ്ങനെ എന്താ പറയാ? ഞാനും ദൈവവും ഒരുപോലെയാണെന്നല്ലേ പറയാം അല്ലെ? അതാണ് മായ പിടിക്കാവുന്ന ഏറ്റവും വലിയ പിടുത്തം. അതാണ്. അതിന്റെ അപ്പുറത്ത് വേറൊരു പിടുത്തം ഇല്ല മായയ്ക്ക് അല്ലെ? ഒരുത്തനെ പിടിച്ചിട്ട് ഞാനാണ് ദൈവം അവൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവനെയാണ് ഏറ്റവും കൂടുതൽ മായ പിടിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? എന്തുകൊണ്ട് അങ്ങേർക്ക് ഗോപി ഭർത്തു കമലയൂർ ദാസനാകാൻ പറ്റിയില്ല അല്ലെ? അദ്ദേഹം എന്തുകൊണ്ടാണ് ദൈവമാവാൻ പോയത്? അതാണ് മായ അല്ലെ? മായയുടെ അവസാനത്തെ കെണി അതാണ്. ആരെങ്കിലും അങ്ങനെ പറയുന്നെങ്കിൽ കഷ്ടം, ഇയാളെയാണ് പൂർണ്ണമായിട്ട് മായ പിടിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം അല്ലെ? സമയം ഒരുപാട് അതിക്രമിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഹരികൃഷ്ണ. ഹരേകൃഷ്ണ പ്രഭു, ഞാനൊന്ന് വീണായിരുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് വ്യാഴാഴ്ച വീണെങ്കിൽ ഇപ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു വേദനയും ഇതൊക്കെ. 2-3 ദിവസം ഒന്നും അറിഞ്ഞില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് നല്ലോണം സോഡിയം കുറഞ്ഞിട്ട് വീണതായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാവരെയും വേദനയുണ്ട്. പക്ഷെ എനിക്ക് ക്ലാസ്സിലിരിക്കാൻ പോലും വയ്യ. എന്നാലും ഞാൻ ഇരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പ്രഭു. ഹരേകൃഷ്ണ. ഹരികൃഷ്ണ. നമ്മളെല്ലാരും പ്രാർത്ഥിക്കണം. ഹരികൃഷ്ണ. പെട്ടെന്ന് സുഖം കേട്ടോ. ഹരികൃഷ്ണ. ഹരികൃഷ്ണ. ഹരികൃഷ്ണ മാലജി, സൗണ്ട് ക്ലിയർ അല്ല. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരികൃഷ്ണ മാലജി. ഹരികൃഷ്ണ. പ്രഭു, വളരെ ഗംഭീര ക്ലാസ്സിന് നന്ദി പ്രഭുജി. വളരെ ഗംഭീരമായ ക്ലാസ്, വളരെ നന്നായി. താങ്ക് യു പ്രഭു. വിത്ത് യുവർ മെർസി പ്രഭുജി. ഹരികൃഷ്ണ പ്രഭു. പ്രണാമം പ്രഭു. താങ്ക് യു പ്രഭു. വളരെ നല്ല ക്ലാസ് പ്രഭു. ഹരികൃഷ്ണ. 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 താങ്ക് യു വെരി മച്ച് പ്രഭു. ഹരികൃഷ്ണ പ്രഭുജി. ഭക്തിച്ചാരി കഴിഞ്ഞിട്ട് ഇന്നാണ് പ്രഭുജിയുടെ ക്ലാസ് കേൾക്കാൻ പറ്റിയത്. ഹരേ കൃഷ്ണ. പ്രണാമം ഹരേ കൃഷ്ണ പ്രഭു. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നേ.
മഹാപ്രഭു ഭഗവാന്റെ അവതാരാണല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് ലോകം മുഴുവനും പ്രചരിപ്പിച്ചില്ല സങ്കീർത്തന പ്രസ്ഥാനം എന്ന്. പക്ഷെ ഇന്ന് എനിക്കതിന്റെ മറുപടി കിട്ടിയ എല്ലാം പ്രഭു അതർക്ക് വേണ്ടി നീക്കി വെച്ചതാണെന്നുള്ളത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ ഒരു കൃഷ്ണ. കാര്യം. നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. വളരെ നന്ദി. താങ്ക് യു ഹരേ മാതാജി. കൃഷ്ണ. ഹരേ കൃഷ്ണ. Pranam Prabhu. Hare Thank Krishna. you so much for the best class. Hare Krishna. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഒരു കാര്യം ചോദിക്കട്ടെ. ചോദിച്ചോളൂ നമ്മളെ മാതാജി. കുട്ടികളെ കുട്ടികൾക്കുള്ള യൂത്തിനുള്ള ഇത് ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് പഠിക്കേണ്ടതെന്നാണ് പ്രഭുജി പറഞ്ഞത്? അത് അതിന്റെ പേരൊന്ന് പറയൂ. യൂത്തിന്റെ ക്ലാസ്സുകള് നമ്മുടെ തിരുവനന്തപുരം ഇസ്കോൺ ടെമ്പിളിൽ നടത്തുന്നുണ്ട്. കേരള അല്ല, ഒരു കരമന പുസ്തകം പറഞ്ഞു പ്രഭുജി. കരമന ടെമ്പിൾ സേവ. കൃഷ്ണ. ആ. മിസലിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. അതൊരു പുസ്തകം പറഞ്ഞു. ചെറിയ കുട്ടികളെയും അത് പക്ഷെ നമ്മുടെ അത് ഇസ്കോണിന്റെ ഒരു എഡ്യൂക്കേഷൻ മിനിസ്ട്രി തന്നെ ഉണ്ട് മാതാജി. അത് അവർക്ക് ഓരോ ഏജ് വയസ്സായിട്ട് അവർ തരം തിരിച്ചിട്ട് ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിലുള്ള സിലബസ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് ഇവിടെ ട്രിവാൻഡ്രത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ അതിന്റെ ക്ലാസ്സുകൾ ഏതൊക്കെയാണ്, അല്ല ഒരു പ്രത്യേകിച്ച് ഒരു ബുക്കൊന്നുമില്ല. അത് പല ബുക്കുകളിൽ നിന്നൊക്കെയാണ് എടുക്കുന്നത്. ഭാഗവതം. ഹരേ ഓക്കെ കൃഷ്ണ. മാതാജി. താങ്ക് യു. അപ്പോ അവരുമായിട്ട് ഡിസ്കസ് ചെയ്താൽ അവർ പറഞ്ഞു തരും മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. Hare Krishna, Prabhu. Hare Krishna. ഹരേ കൃഷ്ണ പ്രഭുജി. Thank you. It was very wonderful be spoken by you. Very nice class, Prabhu. Prabhu, എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഈ നിങ്ങളിപ്പോൾ കോട്ട് ചെയ്തില്ലേ, ചൈതന്യ പ്രഭു മഹാപ്രഭു ഇസ് നോട്ട് എ സന്യാസി ആൻഡ് പിന്നെ അങ്ങനെയെല്ലാം പറഞ്ഞില്ലേ, അതിനൊന്ന് റെഫറൻസ് ഉണ്ടല്ലോ. ഫോർ മൈ നോളജ് ടു സ്റ്റഡി ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുള്ളി ദാറ്റ് യു നറേറ്റഡ്. അതൊന്ന് ഉമാ പ്രതാപ് മാതാജിക്ക് ഒന്ന് അയച്ചു കൊടുത്താൽ ഐ വിൽ ടേക്ക് ഇറ്റ് ഫ്രം ഹർ ദാറ്റ് റെഫറൻസ്. കാരണം എനിക്കത് ഇതൊന്ന് സ്റ്റഡി ചെയ്യാൻ അതിനെ പറ്റിയിട്ടൊന്ന്. വെരി നൈസ്ലി പ്രഭു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. Hare Krishna Prabhu. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ. പ്രണാം. പ്രഭു. യെസ് മാതാജി. As you wish. Thank you so much, Prabhu. Hare Krishna. Hare Krishna. Hare Krishna. Hare Krishna.